വളരുന്ന കൈരളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാടകത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനു മുൻപ് നാടകത്തെക്കുറിച്ച് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുക. HSST, HSA, UGC നെറ്റ്, സെറ്റ്, JRF അതുപോലെ തന്നെ വിവിധ മത്സര പരീക്ഷകൾക്കും ഉപകരിക്കുന്ന ക്ലാസ് ആയിരിക്കും. ഡിഗ്രി, MA എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപകരിക്കുന്ന ക്ലാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാടകം സാമൂഹിക പരിവർത്തനത്തിൻ്റെ മാധ്യമം. മലയാളിയുടെ സാമൂഹ്യ ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ച കലാരൂപമാണ് നാടകം. അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി പരസ്പരം തുരുത്തുകളായി മാറിയ മലയാളിയെ ബോധവൽക്കരിക്കാനും അതിലൂടെ സാമൂഹ്യ മാറ്റത്തിന് പ്രേരിപ്പിക്കാനും കഴിഞ്ഞ കാലത്ത് ഏറ്റവും അധികം സഹായിച്ചത് ഇവിടെയുണ്ടായ സാമൂഹ്യ രാഷ്ട്രീയ നാടകങ്ങളാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, MR ഭട്ടതിരിപ്പാടിൻ്റെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, MB ഭട്ടതിരിപ്പാടിൻ്റെ ഋതുമതി എന്നീ നാടകങ്ങളാണ് യോഗക്ഷേമ നാടകങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്പൂതിരി സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച സംഘടനകളായിരുന്നു യോഗക്ഷേമ സഭയും യുവജന സംഘവും. മിതവാദികളായ യോഗക്ഷേമക്കാർ കാലഘട്ടത്തിനനുസരിച്ചുള്ള പരിവർത്തനങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ തീവ്രമായ നിലപാടുകളുമായാണ് യുവജന സംഘം പ്രവർത്തിച്ചത്. സമുദായത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാൻ വിപ്ലവകരമായ മുന്നേറ്റം ആവശ്യമാണെന്ന് അവർ വിശ്വസിച്ചു. അതിൽ പ്രധാനിയായിരുന്നു VT ഭട്ടതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്നു MR ഭട്ടതിരിപ്പാടും MB ഭട്ടതിരിപ്പാടും. ഇവരുടെ നാടകങ്ങൾ നമ്പൂതിരി സമുദായത്തെ അനാചാരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ വിജയിച്ചു. അപ്രകാരം ഒരു സാമൂഹിക പരിവർത്തനത്തിൻ്റെ മാധ്യമമായി ഈ നാടകങ്ങൾ പ്രവർത്തിച്ചു. നമ്പൂതിരി സമുദായത്തിലെ കൂട്ടുകുടുംബ സംവിധാനം സമ്പത്ത് കാരണവരിൽ എത്തിച്ചേരാൻ കാരണമായി. മാത്രമല്ല, മൂത്ത മകനൊഴിച്ച് മറ്റാർക്കും സ്വസമുദായത്തിൽ നിന്ന് വിവാഹബന്ധം പാടില്ലെന്നതും സമ്പത്തിനവകാശി മൂത്തപുത്രൻ മാത്രമാണെന്നുമുള്ള സാമുദായ നിയമവും നമ്പൂതിരി സമുദായ അംഗങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കി. ഈ അവസ്ഥയ്ക്കെതിരെയുള്ള ബോധവൽക്കരണവും വൃദ്ധന്മാർക്ക് കന്യകമാരെ വേളി കഴിച്ചു കൊടുക്കുക എന്ന അനാചാരത്തിനെതിരെയുള്ള പ്രതികരണവുമായിരുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം. രാഷ്ട്രീയ നാടകങ്ങളും നാടകീയതയും. ഏതൊരു സമൂഹത്തിൻ്റെയും അസമത്വത്തിൻ്റെ പ്രധാന കാരണം സാമ്പത്തിക അസമത്വമായിരിക്കും എന്ന യാഥാർത്ഥ്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് K. ദാമോദരൻ ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി രചിച്ചു. ഇതിൻ്റെ തുടർച്ചയായി ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി, ചെറുകാടിൻ്റെ നമ്മളൊന്ന് തുടങ്ങിയ രാഷ്ട്രീയ കാർഷിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന നാടകങ്ങളുണ്ടായി. സമൂഹത്തിൽ ചൂഷണം, ദാരിദ്ര്യം, അസമത്വം, ജാതീയത ഇവയെല്ലാം നടമാടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതുതന്നെ ഈ നാടകങ്ങളുടെ പിറവിക്ക് കാരണമായത്. ക്ഷേത്രപ്രവേശനത്തിനും മറ്റും വേണ്ടി നടന്ന സമരങ്ങളുടെയും നിവർത്തന പ്രക്ഷോഭത്തിൻ്റെയും കർഷക സമരങ്ങളുടെയും അന്തരീക്ഷത്തിൽ ഐത്തത്തിനും അസമത്വങ്ങൾക്കും എതിരായ പ്രക്ഷോഭങ്ങളോട് ബന്ധപ്പെട്ട് പുതിയൊരു നാടക സംസ്കാരം 1930 തന്നെ മലയാളത്തിൽ ഉടലെടുക്കുകയുണ്ടായി. 1937 പൊന്നാനി കാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് K. ദാമോദരൻ പാട്ടബാക്കി എഴുതുന്നത്. അടുത്ത വർഷം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. സാമൂഹിക അസമത്വത്തിൻ്റെ അതിരിനപ്പുറം മൂലകാരണമായ സാമ്പത്തിക അസമത്വത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് പാട്ടബാക്കിയിൽ ദാമോദരൻ ചെയ്തിരിക്കുന്നത് എന്ന് G. ശങ്കരപ്പിള്ള അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് മലയാളത്തിലുണ്ടായ രാഷ്ട്രീയ നാടകങ്ങളുടെ ചിട്ടയിലും ക്രമത്തിലും നിന്ന് അത്യന്തം വിഭിന്നമായ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കിയെന്നും അദ്ദേഹം തുടർന്ന് പറയുന്നു. CJ തോമസ് ഉയരുന്ന യവനികയിൽ പറയുന്നത് പോലെ കഥാഘടനയുടെ ലാളിത്യവും ഉള്ളടക്കത്തിൻ്റെ സത്യാവസ്ഥയും പാട്ടബാക്കിയെ മലയാളത്തിൻ്റെ ഏറ്റവും വിജയകരമായ രാഷ്ട്രീയ നാടകമാക്കി തീർക്കുന്നു.
മലബാറിലെ കർഷക പ്രസ്ഥാനത്തിൽ നിന്നും ഉടലെടുത്ത കലാസൃഷ്ടിയാണ് പാട്ടബാക്കി. സാമ്പത്തിക അസമത്വങ്ങളെക്കുറിച്ചുണ്ടായ അക്കാലത്തെ അസ്വസ്ഥതകളാണ് ഈ നാടകം മുന്നോട്ട് വച്ചതെന്ന് കാണാം. നാടകീയതയെ നഷ്ടപ്പെടുത്താത്ത രാഷ്ട്രീയ നാടകങ്ങളായി ഇവ രൂപം പ്രാപിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകത്തെക്കുറിച്ചാണ്. VT ഭട്ടതിരിപ്പാട് 1896 മാർച്ച് 26 പഴയ പൊന്നാനി താലൂക്കിലെ മേഴത്തൂർ വില്ലേജിൽ വെള്ളിത്തിരുത്തി താഴത്തില്ലത്തു ജനിച്ചു. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സ്വന്തം പത്രാധിപത്യത്തിൽ വിദ്യാർത്ഥി എന്ന മാസിക കല്ലച്ചിൽ അടിച്ചിറക്കി. 5ാം ഫാറത്തിലെ പരീക്ഷയ്ക്ക് മുൻപേ സ്വാതന്ത്ര്യ സമരത്തിലും പിന്നീട് സാമുദായിക നവോത്ഥാന പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തു. യോഗക്ഷേമ സഭയുടെ 22ാം വാർഷികത്തിൽ ആദ്യത്തെ സാമുദായിക പ്രഹസനമെന്നറിയപ്പെടുന്ന അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം അവതരിപ്പിച്ചു. സമുദായത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകി. കണ്ണീരും കിനാവും എന്ന ആത്മകഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1972 കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1976 ലഭിച്ചു. രജനീ തരംഗം, പോംവഴി എന്നിവ കഥാസമാഹാരങ്ങൾ. സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വെടിവെട്ടം, കാലത്തിൻ്റെ സാക്ഷി, എൻ്റെ മണ്ണ് ഇവയാണ് ലേഖന സമാഹാരങ്ങൾ. ജീവിത സ്മരണകൾ, കണ്ണീരും കിനാവും, ആത്മാവിഭാഗം, VTയുടെ തിരഞ്ഞെടുത്ത കഥകൾ എന്നിവയാണ് കൃതികൾ. 1982 ഫെബ്രുവരി 12 അന്തരിച്ചു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് 16 രംഗങ്ങളായിട്ടാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. VT നാടകകാരനായിട്ടല്ല ഈ നാടകം എഴുതിയതും അവതരിപ്പിച്ചതും. സമുദായ പരിഷ്കരണത്തിനുള്ള ആഗ്രഹവുമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുതി അവതരിപ്പിച്ച കാലത്ത് ആ കൃതിയിൽ പരാമർശിച്ച ജീവിതം സമുദായത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. ഈ നാടകത്തിൻ്റെ സ്വാധീനം കൊണ്ടും പ്രചാരണം കൊണ്ടും സമൂഹത്തിലെ അനാചാരങ്ങളും അനീതികളും ഇല്ലാതാക്കാൻ കഴിഞ്ഞെന്നുള്ളത് വലിയൊരു നേട്ടമാണ്. നാടകം എന്ന നിലയ്ക്ക് ഒഴിവാക്കാവുന്ന രംഗങ്ങളോ പുനഃസംഘാടനം ചെയ്ത് ശക്തിപ്പെടുത്താവുന്ന രംഗങ്ങളോ ഇന്ന് നോക്കുമ്പോൾ ഈ നാടകത്തിലുണ്ട്. പ്രചരണാർത്ഥം എഴുതപ്പെട്ട നാടകം എന്ന നിലയിൽ നോക്കുമ്പോൾ സ്വാഭാവികമായ കുറവുകൾ സാധാരണവുമാണ്. നാടകത്തിലെ 1ാം രംഗത്തിൽ വേദം പഠിക്കുന്ന ഓദിക്കിനെയും ഓത്തുചൊല്ലി പഠിക്കുന്ന മാധവൻ, കുഞ്ചു എന്നീ കുട്ടികളെയും കാണുന്നു. കുട്ടികൾ ചൊല്ലിപ്പഠിക്കുന്നതിനിടയിൽ ഉറങ്ങുന്ന ഓദിക്കൻ മാധവൻ വിളയൂർ ഇല്ലത്തു നിന്നാണ് ഓത്തു പഠിച്ചതെന്നും അവിടുത്തെ തേതിക്കുട്ടിയുമായുള്ള ബന്ധം സ്വാഭാവികമാണെന്നും ഈ രംഗത്തിലൂടെ വ്യക്തമാക്കുന്നു. 2ാം രംഗത്തിൽ മാധവൻ തേതിക്കുട്ടിയുടെ അറയിൽ കയറി ചെല്ലുകയും അവിടെ തേതിക്കുട്ടിയുമായി സംഭാഷണത്തിലേർപ്പെടുകയും തൻ്റെ വിരലിൽ കിടന്ന മോതിരം തേതിക്കുട്ടിയുടെ കൈവിരലിൽ അണിയിക്കുകയും ചെയ്യുന്നു. നമ്പൂതിരി സ്ത്രീകൾ ഓട്ടുവള മാത്രമാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അതിനാൽ സ്വർണവളയോ മോതിരമോ ഇടാൻ പാടുണ്ടോ എന്ന് തേതിക്കുട്ടി മാധവനോട് സംശയം ചോദിക്കുന്നു. 3ാം രംഗത്ത് മാധവൻ ഉണ്ണി നമ്പൂതിരി മാസിക വായിച്ച് ചിന്തയിലാണ്ടിരിക്കുന്നു. ഓത്തുപള്ളിയിൽ പോയി വേദം ഓതിപ്പഠിച്ചാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ എന്ന ആശങ്ക മാധവന്റെ വിചാരങ്ങളിലൂടെ കടന്നു പോകുന്നു. പഴകിപ്പോയ വേദം ഉപേക്ഷിച്ച് സ്കൂളിൽ പോയി ആധുനിക വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നു. 4ാം രംഗത്ത് വിളയൂർ ഇല്ലത്തെ മുത്തശ്ശിയോടും തേതിയോടും യാത്ര പറയണമെന്ന് മാധവൻ ചിന്തിക്കുന്നു. എന്നാൽ പോകുന്ന വിവരം അയാൾ ആരുമായും ചർച്ച ചെയ്തിട്ടില്ല. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നോട് പൊറുക്കണമെന്ന് അയാൾ പറയുന്നു. സുഹൃത്തായ കുഞ്ചുവിനോടും തേതിയോടും മുമ്പേ പോകുന്ന കാര്യം പറഞ്ഞില്ല. കാരണവരോട് അനുമതി വാങ്ങിക്കുക പോലും ചെയ്യാതെയാണ് മാധവൻ പോയത്. തേതി തൻ്റെ സഹോദരനായ കുഞ്ചുവിനോടൊപ്പം പിന്നീട് പോകാമെന്ന് പറഞ്ഞെങ്കിലും അയാൾ യാത്ര പറഞ്ഞിറങ്ങി.
5-ാം രംഗത്ത് തേതിക്കുട്ടിയുടെ വിവാഹാലോചന നടക്കുന്നു. മുഹൂർത്തം നോക്കലും വിവാഹത്തിൻ്റെ മറ്റു കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നു. 6-ാം രംഗത്ത് ചെറുമിയും ഓദിക്കനും പെരുവഴിയിൽ കണ്ടുമുട്ടുന്നു. ശുദ്ധാശുദ്ധത്തിൻ്റെ അയിത്തത്തിൻ്റെ യഥാർത്ഥമായ ചിത്രം നൽകുന്നു. സമകാലിക ജീവിതത്തിലെ അയിത്തമെന്ന അനാചാരത്തെ വ്യക്തമായി രംഗത്ത് അവതരിപ്പിക്കപ്പെടുന്നു. 7-ാം രംഗം കാളകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ ബലിക്കൽപുരയിലാണ് നടക്കുന്നത്. സമയം രാത്രി 10 മണി. ഓദിക്കൻ, സോമൻ, ഇടിച്ചാക്കരപ്പൻ, പാച്ചു എന്നിവർ വെടി പറയുന്നു. വേളി കഴിച്ച് നടക്കുന്ന ഇടിച്ചാക്കരപ്പനെ പാച്ചു വിമർശിക്കുന്നു. അവർ തമ്മിലുള്ള വാക്കുതർക്കം ഉച്ചത്തിലാകുന്നു. 8-ാം രംഗം കർക്കടകാക്കുന്ന് പൂമുഖത്ത് അച്ഛൻ നമ്പൂതിരി ഉച്ചയുറക്കത്തിനു ശേഷം വന്നിരിക്കുന്നു. ഇല്ലത്തെ ദരിദ്രാവസ്ഥ വ്യക്തമാകുന്നു. തേതിക്കുട്ടിയുമായുള്ള വിവാഹപ്പൊരുത്തം അറിയിച്ചുള്ള വിളയൂർ മനയ്ക്കലെ അറിയിപ്പ് ലഭിക്കുന്നു. വിവാഹത്തിനുള്ള സ്ത്രീധനം നിശ്ചയിക്കുന്നു. സ്ത്രീധനം ലഭിക്കുന്നതിനാണ് അച്ഛൻ നമ്പൂതിരി വിവാഹത്തിന് മുതിരുന്നതെന്ന് വ്യക്തമാകുന്നു. ഇക്കാര്യങ്ങളെല്ലാം തേതിക്കുട്ടി മനസ്സിലാക്കുന്നു. 9-ാം രംഗം വിളയൂരില്ലത്തെ കോലായിലാണ് നടക്കുന്നത്. കുഞ്ഞിപ്പെണ്ണ്, ഇരിക്കണമ്മ, തേതി എന്നിവർ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിപ്പെണ്ണ് തേതിയോട് ശീല ചോദിക്കുന്നു. ദുരിതങ്ങൾ പറയുന്നു. ശീല കൊടുക്കുന്നു. ഈ രംഗം സമുദായത്തിലെ ദാരിദ്ര്യം ചിത്രീകരിക്കുന്നു. 10-ാം രംഗത്ത് തേതിക്കുട്ടി മാധവൻ തന്നെ മറന്നുവോ എന്ന് ആശങ്കപ്പെടുന്നു. താനും തൻ്റെ സഹോദരൻ കുഞ്ചുവും മാധവനും കൂടി ചേർന്ന് കുട്ടിക്കാലത്ത് കളിച്ചു വളർന്ന നല്ല കാലത്തെക്കുറിച്ച് ആലോചിക്കുന്നു. 11-ാം രംഗത്തിൽ മുത്തശ്ശിയോടും തേതിയോടും യാത്ര പറഞ്ഞുപോയ മാധവനെ പ്രേക്ഷകൻ കണ്ടുമുട്ടുന്നു. അയാൾ മദിരാശിയിൽ കൃഷ്ണവിലാസം ബംഗ്ലാവിൽ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കുന്നു. മരുമക്കത്തായ സമ്പ്രദായം, അതിൻ്റെ ഗുണദോഷങ്ങൾ, സ്ത്രീ സ്വാതന്ത്ര്യം, പുരുഷനും സ്ത്രീക്കും വിവാഹമോചനത്തിന് തുല്യാവകാശം, നമ്പൂതിരി ബില്ല് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അന്നേരം അവിടെ ഒരു കമ്പി വരുന്നു. തേതിയുടെ സഹോദരൻ കുഞ്ചു അടിച്ചതാണ്. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: തൻ്റെ അറിവോ സമ്മതമോ കൂടാതെ തേതിയുടെ വിവാഹം കർക്കടാങ്കുന്നത്തച്ഛനുമായി നിശ്ചയിച്ചിരിക്കുന്നു. വിവാഹം കോടതി ഇഞ്ചക്ഷൻ കൊണ്ട് തടയാൻ മാധവനും സുഹൃത്തുക്കളും തീരുമാനിക്കുന്നു. 12-ാം രംഗത്ത് വിവാഹത്തിന് തയ്യാറായി വരനും ബന്ധുക്കളും വിളയൂരില്ലത്തെത്തുന്നു. വരൻ്റെ വടിയും കുത്തിപ്പിടിച്ചുള്ള വരവ് കണ്ട് സ്ത്രീകൾ രഹസ്യം പറഞ്ഞു ചിരിക്കുന്നു. വിവാഹത്തിനുള്ള ആചാരങ്ങൾ നടക്കുന്നു. വരനെ സ്വീകരിച്ച് അച്ഛൻ നമ്പൂതിരിയും മറ്റു ചിലരും എതിരേറ്റുകൊണ്ടു പോകുന്നു. 13-ാം രംഗത്ത് 2-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വിവാഹം നിർത്തിവെക്കാൻ ഇഞ്ചക്ഷനുമായി ആളെത്തുന്നു. ഇഞ്ചക്ഷൻ ഓർഡർ കൊണ്ടുവന്ന ശിപ്പായിയോട് വരൻ തട്ടിക്കയറുന്നു. എന്നാൽ മജിസ്ട്രേറ്റിൻ്റെ മുൻപിലേക്ക് അല്ലാതെ തിരിഞ്ഞു മാറാൻ പാടില്ല എന്ന് ശിപ്പായി ഓർമ്മിപ്പിക്കുന്നു. പറങ്ങോടൻ എന്നു പേരുള്ള കാര്യസ്ഥൻ ഇഞ്ചക്ഷൻ ഓർഡർ വായിക്കുന്നു. അതോടെ വിവാഹം മുടങ്ങുന്നു. 14-ാം രംഗത്ത് വിളയൂർ അച്ഛൻ നമ്പൂതിരിയും കുഞ്ചുവും ഓദിക്കനും കൂടി തേതിയെ മാധവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നിശ്ചയിക്കുന്നു. 15-ാം രംഗത്ത് തേതിയും മാധവനും വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും വിവാഹ ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നു. 16-ാം രംഗത്തിൽ വിളയൂർ നാടകശാലയാണ്. സമയം പകൽ 4 മണി. കുഞ്ചുവിൻ്റെ ഉത്സാഹത്തിൽ നടത്തുന്ന നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ ഒരു വിശേഷാൽ യോഗം. ഓദിക്കനെ അധ്യക്ഷനാക്കി പലരും പ്രസംഗിക്കുന്നു. കുഞ്ചു പറയുന്നു, ഒരു വൃദ്ധ വിവാഹത്തെ തടയാനും നമ്മുടെ സമുദായത്തിൽ സുദുർലഭമായ പരിവേദന വിവാഹം നടപ്പിലാക്കാനും ഇന്നത്തെ സംഭവം ഇടയാക്കിയതിൽ അതിയായ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നു. ലണ്ടനിലെ നമ്പൂതിരി യങ് മെൻസ് അസോസിയേഷൻ അയച്ചു കൊടുത്ത അഭിനന്ദന കത്തും മംഗളാശംസകളും വായിക്കുന്നു. ഇതോടെ നാടകം ശുഭകരമായി അവസാനിക്കുന്നു.